എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ള ആൽബി ചേട്ടനും മരി ചേച്ചിക്കും ഒരുപാട് നന്ദി. ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാനും എൻ്റെ കുടുംബവും പറയുന്നു. ഷെബ പോയവരൊക്കെ അറിഞ്ഞു അതൊരു പെറ്റ് ഫ്രണ്ടിനെ തരാമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് എത്തായിരുന്നു. സത്യം അവസാന ഘട്ടത്തിലോട്ട് കടന്നിരിക്കുകയാണ്. വാഴ കണ്ട് ക്ഷീണിച്ചോന്ന് ഞങ്ങൾക്ക് ചേച്ചിയുടെ വക എല്ലും കത്ത് ഇരുന്ന് കരയുന്നുണ്ടായിരുന്നല്ലോ ചേച്ചി. ഹായ്, അപ്പം ഞങ്ങളെല്ലാവരും വാഴ സിനിമ കാണാൻ വന്ന വാഴയല്ല വാഴ വനിതാ വിനിതയിലാണ് ഷോ. 10 മണിക്കാണ്, ഇപ്പോൾ 9:45 ഇവിടെ എത്തി. അമ്മ എവിടെ നമ്മുടെ ഗ്രൂപ്പിൽ നോക്കും, നമ്മുടെ മുന്നോട്ട് ഗ്രൂപ്പിൽ എല്ലാം കിട്ടുന്നുണ്ടല്ലോ. ഫോട്ടോ ലാസ്റ്റ് ആയാലും എടുക്കാം, സമയം പോയി സമയം പോയി. ഫോട്ടോ ലാസ്റ്റ് ആയാലും എടുക്കാം. സ്ക്രീൻ മനസ്സിലായോ ചേച്ചി? സ്ക്രീൻ നമ്മളൊന്നും ഇവിടെ നമ്മളൊന്ന് ജോലി ജോർജിൻ്റെ വണ്ടി ഉണ്ടല്ലോ. ഇവിടെ ഇതൊക്കെ മാറ്റിയോ? ഇവിടുത്തെ മുകളിൽ ലൈറ്റ് മാറ്റിയമ്മ. ഞാൻ പറഞ്ഞില്ലേ സ്ക്രീൻ വണ്ണാന്ന് പറഞ്ഞില്ലേ. നിഷ ഫ്രൈ ജോലി ഫ്രൈ ഒക്കെ ഇപ്പൊ തിന്നാം. പാട്ടോ പാടാ കോപ്പിറൈറ്റ് അടിക്കും. അമ്മയൊക്കെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നല്ലോ ചേച്ചി. ഞാൻ നോക്കുമ്പോ എന്റെ അപ്പുറത്തിരിക്കുന്ന എല്ലാ ആൾക്കാരും അറിയാം. ഒരു സൈഡിൽ ഇവൻ കരുതുന്നു, ഒരു സൈഡിൽ ചേച്ചി അമ്മ കരുതുന്നു, ഞാൻ മാത്രം കരുതില്ല. സത്യം അവസാന ഘട്ടത്തിലോട്ട് കടന്നിരിക്കുകയാണ്. വാഴ കണ്ട് ക്ഷീണിച്ചോന്ന് ഞങ്ങൾക്ക് ചേച്ചിയുടെ വക എല്ലും കത്ത് ബീഫ് ചേർത്ത് ചേച്ചിയാ. അതുകൊണ്ട് വലിയ ഗുണമുണ്ടാവില്ലെന്നാണോ? ഇളക്കല് മാത്രമാണ് എൻ്റെ. അതുകൊണ്ട് വലിയ ഗുണമുണ്ടാവില്ലെന്നാണോ? ഇതില് എങ്ങനെ വെച്ചാലും ഇളക്കുന്നതിലാണ് എന്താ ഇതിന്റെ രുചി ഇരിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ആണല്ലേ? അപ്പൊ ഇന്ന് അറിയാൻ ബാക്കി. നിങ്ങൾ കഴിച്ചു നോക്കിട്ട് പറഞ്ഞോ. ഇന്നറിയാൻ ബാക്കി. നമുക്ക് ഇച്ചിരി മല്ലിയിലേക്ക് പിന്നെ കട്ടനിട്ടാ ഞങ്ങൾ കുടിക്കും. പക്ഷെ എനിക്കുണ്ടല്ലോ എനിക്ക് ഈ മത്സ്യപ്പിനോട് വലിയ നമ്മൾ കഴുകി വെച്ചേക്കുന്നതായിരുന്നു കേട്ടോ. നമ്മള് എന്താ പറയുക, എനിക്ക് തീരെ ഇഷ്ടമല്ലോ. എല്ലും കപ്പിക്കും കട്ടൻ കാപ്പി മസ്റ്റാ. അതാണ് അതിൻ്റെ കോമ്പിനേഷൻ. കൂട്ടിയിട്ട് നല്ല പഞ്ചസാര എടുത്തോളൂ. അങ്ങനെ നമ്മുടെ എല്ലും കപ്പി റെഡി. കട്ടൻ ചായ നോക്കണം. ആഹാ, കുഴഞ്ഞില്ല. ഇനി എല്ലാവരും അങ്ങോട്ട് ഇറക്കി വിട്ടാൽ മതി. ഓക്കെ ബൈ. പിന്നെ സിനിമ കഴിഞ്ഞ് വന്നിട്ട് പിന്നെയും ഒന്ന് പുറത്ത് പോവാണ്. വേറെ ഒന്നുമല്ല, ഒരു ബിഗ് സ്റ്റോറിയാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ, 2 ദിവസം ഒരാഴ്ച മുമ്പ്. ഗിഫ്റ്റ് അയക്കാമെന്നൊക്കെ പറഞ്ഞ് അഡ്രസ്സൊക്കെ ചോദിച്ച് അപ്പോൾ അതൊക്കെ അയച്ചു കൊടുത്തു. ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ ഹബ്ബിൽ സാധനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ അത് കളക്ട് ചെയ്യാൻ വേണ്ടി പോകാം, ഞാനും ജുബിനും കൂടെ. എന്തായതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. മുഴുവൻ നിന്നിട്ട് എഴുന്നേക്കാവുള്ളൂ. 2 മണിക്ക് തുടങ്ങിയത് വിശപ്പ്. ഒന്നും വരുന്നില്ലല്ലോ. അല്ല പിന്നെ കോട്ടണം. ഞാൻ പൊടിച്ചേരാം.
ക്ഷമിച്ചില്ലേ? ലേഡീസ് സൂപ്പർ സ്റ്റാർ രണ്ടാടിയൊക്കെ ഇട്ടിട്ട് പന്നി എടുത്ത് വെച്ചോ. പന്നീനെ എടുത്ത് വെച്ചോ. പന്നിയല്ല പന്നി. ആരെങ്കിലും എവിടെയൊക്കെ മുറിയുമ്പോ ഇതോ ലേഡീസ് സൂപ്പർ സ്റ്റാർ കട്ട് ചെയ്താണ്ടോ? ഇന്നെങ്ങനെ നടക്കും എനിക്ക് ഇതുണ്ടോടാ, മെമ്മറി ഉണ്ടോടാ? വലിച്ചു പൊട്ടി കീറത്. ആ ആ എടുക്ക്. ഫോണോ തോന്നുന്നു. ഫോണോ അറ്റാക്ക് ഒന്നും വീഴുന്ന വീടില്ല കേട്ടോ. എന്റെ ഫോണിലാണെങ്കിൽ മോനെ ഇത് ഈ ഓടി കട്ടിയില്ല കേട്ടോ, ഈ ഓടി കട്ടിയില്ല. നിർത്തണമ്മ പറയണേ. ഉണ്ണിയാ നിർത്തണമ്മ പറയണേ. അച്ഛന്റെ ബർത്ത്ഡേക്ക് നിനക്ക് ഗിഫ്റ്റ് കിട്ടുന്നില്ല. അച്ഛൻ അമ്മയുടെ ഫോണെന്ന് വിളിക്കുവോ? അവൻ തരിപ്പിലാണ്. ഐഫോണൊന്നുമില്ല, ഫോണ്. അത് ഇത് മാറ്റല, ഇത് മാറ്റി കവറാണ്. നല്ല ഗോൾഡൻ. ഓപ്പോയുടെ ഫോൺ. ഓപ്പോ നല്ല അടിപൊളി ഫോണാട്ടോ. കൈ വെക്കുന്നില്ല. എനിക്ക് ചേട്ടൻ എന്റെ A3 അങ്ങനത്തെ ഒരു ഫോൺ മേടിച്ചെടുക്കുന്നില്ലായിരുന്നോ? സാംസങ്ങിന്റെ A8 അതുപോലെ കണ്ടാൽ അതിന്റെ കളർ നല്ല കളർ, നല്ല കാണാത്തല്ലേ? ആർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ്. മറ്റേ നമ്മളെ ഭയങ്കര ഇതായിട്ട് പൊതിഞ്ഞത്. കോട്ടൺ, ഒരിക്കലും കോട്ടൺ സോഫ്റ്റ് ആയിട്ട് മൊത്തം കോട്ടൺ. എന്താ കൊച്ചു കള്ള. കേക്ക് കൊടുത്തിട്ട് വിളിക്കാം. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ പുതിയ ഫോണിലാണ് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള എല്ലാ വീഡിയോകളും ഷൂട്ട് ചെയ്യാൻ പോകുന്നതും നമ്മുടെ പുതിയ ഫോണിലാണ്. അപ്പോൾ ഈ ഒരു ഫോൺ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ള ആൽബി ചേട്ടനും മരി ചേച്ചിക്കും ഒരുപാട് നന്ദി. ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാനും എൻ്റെ കുടുംബവും പറയണം. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. പെസഹാവേടത്തിനൊക്കെ അടുപ്പിച്ചാണ് എനിക്ക് കറക്റ്റ് ഡേറ്റ് ഞാൻ മറന്നുപോയി. ഹലോ എന്നൊരു മെസ്സേജ് വരുന്നു. ഭയങ്കര നമ്മൾ ഫ്രണ്ട്സൊക്കെ സംസാരിക്കുന്നവരെ നമ്മളോട് സംസാരിച്ചു പോകുന്നു. അപ്പോൾ ഞാനാണ് ആരാന്ന് ചോദിക്കുന്നത്. നമ്മളോട് പേര് വിവരങ്ങളും മറ്റു ഡീറ്റെയിൽസൊക്കെ പറയുന്നത് എല്ലാം ഞാനിവിടെ പറയുന്നില്ല, പ്രൈവസി കൺസേൺ കാരണം. നമ്മളങ്ങനെ എല്ലാം പുറത്ത് പറഞ്ഞത് ശരിയല്ലല്ലോ. ഏതായാലും ഇവർ എൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയത് ഞാൻ പണ്ട് മുടി വെട്ടാൻ പോയൊരു വീഡിയോ ഉണ്ടായിരുന്നു. മുടി വെട്ടാൻ പോയ ശേഷം ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ലൈഫ് സ്റ്റൈലൊന്നും ചെയ്യുന്നൊരു സമയം ആയിരുന്നില്ല അങ്ങനെ. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ അദ്ദേഹം റിയാക്ട് ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ സായി കൃഷ്ണ വഴിയാണ് ഇവർ എൻ്റെ വീഡിയോ കാണുന്നതും നമ്മുടെ ചാനലിലേക്ക് എത്തുന്നതും.
അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നമ്മുടെ ജൈത്രയാത്രയിൽ ഉടനീളം അവരുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ എന്തായാലും ഇങ്ങനൊരു ഗിഫ്റ്റ് വെച്ചാൽ ഈ ഗിഫ്റ്റല്ല, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണം എന്നുള്ളത് അവരുടെ മനസ്സിലുള്ളൊരു തോട്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ ഒരു ആഗ്രഹം തോന്നി. പിന്നെ ഇങ്ങനൊരു ഗിഫ്റ്റ് തരുമായിരുന്നു. ആദ്യം സെബ പോയവരൊക്കെ അറിഞ്ഞു അതൊരു പെറ്റ് ഫ്രണ്ടിനെ തരാമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് എത്തായിരുന്നു. ബാക്കി അവരുടെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയാനില്ല, കാരണം അത് പ്രൈവസി ഡീറ്റെയിൽ ഇതാണല്ലോ. പലപ്പോഴും നമ്മുടെ കുടുംബക്കാരുൾപ്പെടെ ഞാനിവിടെ ഇരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, തല ഇങ്ങനെ പൊങ്ങി പോകണം കേട്ടോ, സോറി. പലപ്പോഴും നമ്മുടെ കുടുംബക്കാരുൾപ്പെടെ എന്നെ എതിർത്തിട്ടുണ്ട് ലൈഫ് സ്റ്റൈൽ വീഡിയോ ചെയ്യുന്നതിന്. ഭയങ്കര എതിർപ്പുകൾ വന്നിട്ടുണ്ട്. അച്ഛനും അമ്മയും സപ്പോർട്ടായിരുന്നെങ്കിലും നമ്മുടെ ഫാമിലിയിൽ ഉൾപ്പെടെ പലരും ഭയങ്കര എതിർപ്പുകളായിരുന്നു. വ്യൂസ് നിങ്ങൾ ചുമ്മാ ചാനൽ യൂട്യൂബിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വ്യൂസും പൊതുവെ കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ എന്നാൽ പോലും ഒരു മനോബലത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അച്ഛൻ്റെ അമ്മയുടെ ഒരു സപ്പോർട്ടുണ്ടായിരുന്നു, അപ്പം അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. എന്നാലും ആരുടെയൊക്കെയോ ഹൃദയങ്ങളിൽ നമ്മൾ കയറി പറ്റുന്നു, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം കയറി പറ്റുന്നു എന്നൊക്കെ പറയുന്ന വലിയൊരു കാര്യമാണ്. എനിക്കറിയില്ല അതിന് മാത്രം എന്താണ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഇങ്ങനെയൊക്കെ ആകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ ഒരു വലിയ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ സാംസങ്ങിൻ്റെ ഫോൺ മേടിക്കുന്ന സമയത്ത് ഞങ്ങൾ ലോൺ എടുത്തത്. അന്ന് അതിന് 42,000 സംതിങ് ഉണ്ട്. അത് യൂട്യൂബിൻ്റെ ഒറ്റ കാരണം കൊണ്ട് അത്രയും എക്സ്പെൻസീവായിട്ടൊരു ഫോൺ അന്ന് എടുത്തു. അതിനുള്ള പാങ്ങം ഉണ്ടായിട്ടല്ല, എന്നാൽ പോലും ലോൺ ഇട്ട് മറ്റൊക്കെ എടുത്തത് യൂട്യൂബിൻ്റെ ഒറ്റ കൺസേൺ കൊണ്ടാണ്. പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മീൻസ് മാനസികമായിട്ടുള്ള പല ടെൻഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ മുൻപ് പല വീഡിയോസിൽ പറഞ്ഞു പോയതുകൊണ്ട് ഇപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്തായാലും ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇതേപോലെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ നിങ്ങളോട്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ദൈവം സഹായിച്ചാൽ അത് ഉറപ്പായിട്ടും കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എന്നെ ഇങ്ങനെ സ്നേഹിക്കുകയും എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുകയും എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി. എസ്പെഷ്യലി ഇങ്ങനൊരു ഗിഫ്റ്റ് തന്ന ആൽബി ചേട്ടനും മരിയ ചേച്ചിക്കും താങ്ക് യു സോ മച്ച്. ഇനി വാഴ സിനിമയിലേക്ക് വരാം. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നല്ല സിനിമ, അടിപൊളി സിനിമ. എന്താ പറയുക, ഒരു അടിപൊളി സിനിമ, വേറെ ഒന്നും പറയാനില്ല ഇതിനകത്ത്. ഹാഷിറും പിള്ളേരും വാഴ ഒന്നിൽ വന്നിട്ട് പൊളിച്ചതുപോലെ തന്നെ വാഴ 2-ലും പൊളിച്ചു, അത്രേ പറയാനുള്ളൂ. കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണാം. ചിരിച്ചു മറിയാനും ഒരുപാട് ചിന്തിക്കാനും ഒക്കെ ഉള്ള ഒരുപാട് വകയുള്ള സിനിമയാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. എൻ്റെ വേറെ ഒന്നും പറയാനില്ല. ബാക്കി എന്തെങ്കിലും പറഞ്ഞാൽ അത് സ്പോയിലറായി പോകും. അപ്പോൾ ഓക്കെ, നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ഒരുപാട് സന്തോഷത്തോടെ ജയ്ബിൻ. ടാറ്റാ.